Hey my beautiful, welcome back to my Pups channel. What is next in your love life? നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലവ് ലൈഫിൽ എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം, റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും എന്താണ് ഇനി നെക്സ്റ്റ്? വാട്ട് ഈസ് നെക്സ്റ്റ് ഓർ വാട്ട്സ് യുവർ കറന്റ് സിറ്റുവേഷൻ? Let's see what is next in your love life. Silence. Alright. So already നിങ്ങൾ ആ ഒരു സൈലന്റ് മോഡിലൂടെ ആയിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടായിരിക്കുക. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഓർ ഈവൻ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത ഒരു ഫ്രീസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടി ആയിരിക്കാം മേ ബി നിങ്ങൾ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് വളരെ കാം ആയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാവും, അല്ലെ? എല്ലാം വളരെ ശാന്തമായിട്ട് പോകുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സോ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി, നിങ്ങളുടെ ലവ് ലൈഫിനെ പറ്റി, ഓർ നിങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ സമാധാനമായിട്ടാണ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഓക്കെ, സോ പല തീരുമാനങ്ങൾ എടുക്കാനും പല മാറ്റങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടൊരു തെളിഞ്ഞ വെള്ളം പോലെ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നുണ്ട്, ആഴം കാണാൻ സാധിക്കുന്നുണ്ട്. പല സിറ്റുവേഷന്റെയും വളരെ ഡെപ്ത് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഡീപ്പായിട്ട് മനസ്സിലാക്കാനും ഓക്കെ, അതൊക്കെ വൈസായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഓർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെ പറ്റി, പ്രശ്നങ്ങളെ പറ്റി കഴിയുന്നതും ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് റെലവെന്റ് അല്ലാത്ത ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലൈക്ക് എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് സംഭവിക്കുന്നത്? വാട്ട് യു കൻ എക്സ്പെക്ട് ഇൻ യുവർ റിലേഷൻഷിപ്പ്? ട്രസ്റ്റ്. ചില കാര്യങ്ങൾ വളരെ സൈലന്റ് ആയിട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങളോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും ചില സിറ്റുവേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് ട്രസ്റ്റ് ചെയ്യുന്നത്? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഓർ ചില ആളുകൾക്ക് നിങ്ങളുടെ ഒരു ലോങ് വെയിറ്റ് അല്ലെങ്കിൽ ഒരു ലോങ് പ്രോസസ്സിലൂടെ ആയിരിക്കും നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടായിരിക്കുക. സോ നിങ്ങൾക്ക് തന്നെ തോന്നുന്നു നിങ്ങളൊരു പീക്കിലേക്ക് പോവാണ്. എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കണം. പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നല്ലതും നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള പല സിറ്റുവേഷൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ നിങ്ങൾക്കുള്ളൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നത്, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളായിട്ട് ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള ചില കാര്യങ്ങളല്ല, അല്ലെ? സോ ചില കാര്യങ്ങൾ അത് നാച്ചുറലി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈവൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാം. അതുപോലത്തെ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാം, അല്ലെ? സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംഭവിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കൂടെ സാധിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളെ സ്വയം ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, സോ ഒരുപാട് റഷ് ചെയ്യാതിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് റഷ് ചെയ്യേണ്ട, ഒരുപാട് ധൃതി കാണിക്കാതിരിക്കാം. ഓക്കെ, what is next in your relationship? പ്രൊജക്ഷൻ. സോ ഈ സമയം അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയം നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ, അതിനു വേണ്ടി സാഹചര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഒരാളുടെ നല്ല ക്വാളിറ്റി മനസ്സിലാക്കുക. ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം മിറർ ചെയ്യുന്ന ചില അനുഭവങ്ങൾ, ചില നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈവൻ നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് വെരി സൂൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വേറൊരാളുകൂടെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. ഓൾറെഡി നിങ്ങളൊരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ആളുകളായിരിക്കാം, ഓർ സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങളുടെ ആ ഒരു പിക്ചറിൽ വേറൊരാളും കൂടെ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളൊരു ടീം വർക്ക് പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ചില അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് സിറ്റുവേഷൻ ആയിരിക്കാം, നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളായിരിക്കാം, ഓർ സിംഗിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ കൂടെ വർക്ക് ചെയ്യേണ്ടത്, അത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങളുടെ കഴിവും നിങ്ങളുടെ കുറവും ഒക്കെ മനസ്സിലാക്കാനും പരസ്പരം അങ്ങനെ ഒരു ടീം വർക്ക് പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നതും ആ ഒരു മാറ്റങ്ങളായിരിക്കും. വേറെ ഒരാളും ഉണ്ടാവില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ആ ഒരു സ്റ്റോറിയിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഈവൻ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിലും ഒരാളുടെ കൂടെ വർക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അത് കൂടുതൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങൾക്ക് പരസ്പരമാണ് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അവിടെ ക്ലാഷസ് ഉണ്ടാവും, നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും, പല പല കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്നുണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ നല്ലതും മോശമായിട്ടുള്ള പല വശങ്ങളും പരസ്പരം നിങ്ങൾ മനസ്സിലാക്കേണ്ടതും നിങ്ങൾ അതുപോലെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയം ഡീൽ ചെയ്യുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങൾ സ്പിരിച്വലി കുറെ കൂടെ ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ സ്വഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഓക്കെ. സോ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചർ അല്ല, നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്റെ ഒരു ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഈ ഒരു സമയത്ത് എന്തൊക്കെയാണോ നിങ്ങളുടെ ടേബിളിൽ സെർവ് ചെയ്യുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സെർവ് ചെയ്യുന്നത്, അതാണ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യേണ്ടത്, അതാണ് നിങ്ങൾ എൻജോയ് ചെയ്യേണ്ടത്, അതെന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം ചില റിലേഷൻഷിപ്പിന്റെ ഭാവി എന്താവും ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെ? ഈ ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ബെസ്റ്റ് ആയിട്ട് ചെയ്യാം. മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? ഈവൻ നിങ്ങളുടെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ. സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാൻ തോന്നുന്നുണ്ടാവില്ല, കാരണം ഇത് സക്സസ് ആവില്ല, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വരുമോ വരില്ല എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ മേ ബി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുക. നല്ല കാര്യങ്ങൾ മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പരസ്പരം റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അവിടെ നിങ്ങൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുകയാണ്, അല്ലെ? സോ പരസ്പരം അത് ഈവൻ നിങ്ങളുടെ പാർട്ട്ണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന സമയത്ത് വർക്ക് വിത്ത് ദാറ്റ് സിറ്റുവേഷൻ. വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ്? ഇന്റൻസിറ്റി. എക്സാക്ട്ലി. അഗൈൻ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷന്റെ വളരെ ആഴത്തിലുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആഴത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ പോവാണ്. ചില ആളുകൾ നിങ്ങൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ള വളരെ ഇന്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കണക്ഷൻ തോന്നുന്ന, ഒരുപാട് സിമിലാരിറ്റീസ് തോന്നുന്ന, അല്ലെങ്കിൽ ലൈക്ക് ഒരുപാട് ക്രേവ് തോന്നുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം ഓൾറെഡി. സോ ചില കാര്യങ്ങൾ അതുകൊണ്ടായിരിക്കാം നിങ്ങൾ പലതൊന്നും ഡിസ്കണക്ട് ആയിട്ടുണ്ടായിരിക്കണം ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ വന്നതുകൊണ്ട് തന്നെ. സോ നിങ്ങളുടെ ഒരു വേൾഡ് അതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം. ഇമോഷണലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം, അല്ലെ? സോ നിങ്ങൾക്ക് വളരെ ഡീപ്പായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ ഒക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു സമയത്ത് ഒന്നും റീസൺ ഇല്ലാണ്ട് സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളല്ല. സോ അത് ഈവൻ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഓക്കെ, ഇമോഷണലി ഒരുപാട് എടുക്കാതിരിക്കുക. ഇൻസ്റ്റീഡ് ലൈക്ക് ചില കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ചില കാര്യത്തിന്റെ ഒരു ആഴത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് അത് എത്രമാത്രം ആഴം ഉണ്ടാവുന്നുണ്ടോ അത്രമാത്രം ആഴത്തിൽ നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ ശരിതെറ്റുകൾ മനസ്സിലാക്കാനും നിങ്ങളുടെ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നത്. സോ ഇത് വളരെ വൈസായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഓക്കെ, സമയത്തൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങള്, നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇല്ലാത്ത ചില കാര്യങ്ങളെ പറ്റി, നഷ്ടങ്ങളൊക്കെ പറ്റിയിട്ട് ചില സങ്കടങ്ങളൊക്കെ നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്നുണ്ട്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്കറിയാം ചില കാര്യങ്ങളിൽ നിന്ന് വളരെ നല്ല എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്, അല്ലെ? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനേക്കാളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനിയും വരാനിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ചില സങ്കടങ്ങൾ നിങ്ങൾ ഒരുപാട് അതിൽ തന്നെ നിങ്ങൾ സ്റ്റക്ക് ആയിട്ട് നിൽക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ആഴത്തിലേക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ വളരെ ഡെപ്ത് ആയിട്ട് പോകുന്നുണ്ട്. അവിടെ ചില പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലും അതും വളരെ ഡീപ്പായിട്ട് നിങ്ങൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഒരു വിഷമാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ആഴത്തിലേക്ക് നിങ്ങൾ കൂടുതൽ പോകാതിരിക്കുക. ഇൻസ്റ്റീഡ് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണോ വരുത്തേണ്ടത്, എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്യേണ്ടത്, ആൻഡ് മെയിൻലി ലൈക്ക് ചില കാര്യങ്ങളൊക്കെ നന്നായിട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആൻഡ് ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്, അതിലെപ്പോ വേണമെന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം. ഓക്കെ, അതില് എപ്പോ വേണമെന്നുണ്ടെങ്കിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കാം. അവിടെ എക്സാക്ട്ലി നിങ്ങൾ ഈ ഒരു പിക്ചർ കണ്ടോ, നിങ്ങൾക്ക് എന്താണ് ഈ ഒരു സമയത്ത് ഇംപോസിബിൾ എന്ന് തോന്നുന്നത്, നിങ്ങൾ എന്താണ് ഈ ഒരു സമയത്ത് ഒരുപാട് വർക്ക് ചെയ്യില്ല, മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾക്ക് അത് വർക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ച് നിങ്ങളത് ശ്രമിച്ചു നോക്കുന്നുണ്ടാവില്ല റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത്. കാരണം ചില ആളുകൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നിങ്ങൾ സെറ്റിൽ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മേ ബി ലൈക്ക് നിങ്ങൾ പല ബൗണ്ടറീസും സെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇനി ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റില്ല, നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ഇങ്ങനെയാണ്, ഓർ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, അതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ പല എക്സ്പീരിയൻസ് കൂടെ പോകുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കുറെ കാലമായിട്ട് സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആളുകളാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം. ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണുന്നത് പോലെ മണ്ണിൽ മാത്രമല്ല ചെടികൾ വളരുക, അല്ലെങ്കിൽ മണ്ണിൽ മാത്രമല്ല പൂക്കൾ ഉണ്ടാവുക. വളരെ ഉറച്ച
റോക്കിലൊക്കെ, അതായത് പാറയിലൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് ഒക്കെ വിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. സോ ചില കാര്യങ്ങൾ, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ മേ ബി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അതെങ്ങനെ കണക്ട് ചെയ്യണമെന്നൊന്നും അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തവസ്ഥയിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും ട്രസ്റ്റ് ഇറ്റ്. ഓക്കെ, സോ അതിനെപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാം. ഓക്കെ, ഐ എം നോട്ട് ഹിയർ ടു മോട്ടിവേറ്റ് യു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മോട്ടിവേറ്റ് ചെയ്യാനിരിക്കല്ല, പക്ഷേ ചില കാര്യത്തിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ അഗൈൻ നിങ്ങൾക്ക് ചില റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാം. ചില ആളുകളൊക്കെ നിങ്ങളുടെ അടുത്ത് കോംപ്രമൈസിന് പ്രിപ്പയർഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, മാരിറ്റൽ പാർട്ട്ണർ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഈ ഒരു സമയത്ത് ആരെ ആലോചിച്ചിട്ടാണോ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നത്, അവിടെ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം നിങ്ങൾ പരസ്പരം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ചില ആളുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, ഇത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്, ചില ആളുകൾ നിങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി കോംപ്രമൈസ്ഡ് ആണ്. സോ നിങ്ങൾ ചില ആളുകൾ വിചാരിക്കുകയാണോ ഈ വ്യക്തിനെ അടുത്ത് ക്ഷമിച്ചിട്ടുണ്ടോ, ഈ വ്യക്തിയുടെ അടുത്ത് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ ഇതിന് വരുമോ, ഇതിന് എന്റെ ലൈഫിലേക്ക് വരുമോ, ഇത് റിട്ടേൺ ഉണ്ടോ, ഇതിന് വീണ്ടും റീകണക്ട് ചെയ്യാൻ പറ്റുമോ, എന്താണെന്നുണ്ടെങ്കിൽ സോ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടേണ്ടതായിട്ടുണ്ട്, വീണ്ടും കണ്ടുമുട്ടാൻ പോവുകയാണ്. ഓക്കെ, ആൻഡ് ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ പരസ്പരം വില്ലിംഗ് ആവുന്നുണ്ട്, എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും, എന്ത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, കോംപ്രമൈസ്, ലെറ്റ്സ് ഫിക്സ് ദിസ് ടുഗെദർ, ഒരുമിച്ച് ഇത് ഫിക്സ് ചെയ്യാം, കോംപ്രമൈസ് ചെയ്യാം എന്നുള്ളൊരു ഫീലിംഗ്സിലേക്ക്, ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. കാരണം ചില സൈലൻസ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ചില സൈലൻസ്, ചില ഇമോഷണൽ സിറ്റുവേഷൻസ്, ഒരു സെപ്പറേഷൻ ഒക്കെ വളരെ ഡീപ്പായിട്ട് പരസ്പരം, ഒരാൾക്ക് മാത്രം എന്നുള്ളതല്ല, പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് ആയിട്ടാണ്. ഓക്കെ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ റോങ് പേഴ്സൺ. സോ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്താണ്, നിങ്ങൾ ആരായിട്ടാണ്, എങ്ങനത്തെ റിലേഷൻഷിപ്പ് ആയിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, എനിക്ക് ചില കാര്യങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത്, ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ് പോയത് എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാം അല്ലെ. നിങ്ങൾ എന്ത് കൈൻഡ് ഓഫ് ബ്രേക്ക് ത്രൂ സിറ്റുവേഷനിൽ കൂടിയാണ് പോയിട്ടുള്ളത്, അവിടെ നിങ്ങൾ എന്താണ് അനുഭവിച്ചിട്ടുള്ളത്, അവിടെ നിങ്ങൾ എത്ര ഹെൽപ്ലെസ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കാണ് അറിയാം അല്ലെ. സോ ചില കാര്യങ്ങൾ വീണ്ടും വരുന്ന സമയത്ത് അത്ര കാലമായിട്ട് നിങ്ങൾക്ക് വലിയ വിഷമമായിട്ടോ, എന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായി, ഇങ്ങനത്തെ ഒരു വിഷമം എന്റെ അടുത്തുണ്ടായി, എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, പല കാര്യങ്ങളായിരിക്കാം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, നിങ്ങൾ വളരെ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ, വളരെ നിങ്ങൾ കംപ്ലീറ്റ്ലി പൊട്ടി തകർത്തിട്ടുള്ള ചില സിറ്റുവേഷനിൽ കൂടെയൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം ചില ആളുകൾ അല്ലെ. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും ക്ഷമിക്കാനോ മറക്കാനോ ആ ഒരു പെയിൻ ഹീൽ ചെയ്യാനോ പറ്റാത്ത പല എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ അതിലൂടെയൊക്കെ പോയി വരുന്ന സമയത്ത് നാച്ചുറലി നിങ്ങളുടെ ആ ഒരു മുറിവ് ഉണക്കുന്ന എക്സ്പീരിയൻസ് കൂടെ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അതിന്റെ ഒരു ഇന്റൻസിൽ നിങ്ങൾ യാത്ര ചെയ്ത് അത്ര ഒരു ആഴത്തിലേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളും വേണ്ട. നിങ്ങളെ ഒരാൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലോ, നിങ്ങൾ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അതൊന്നും വേണ്ട. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഹീൽ ചെയ്യാൻ, നിങ്ങൾ ആ ഒരു കർമ്മയിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഓക്കെ, സോ ആ ഒരു സമയത്ത് ചില റിട്ടേൺസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, ചില കോംപ്രമൈസ് ഉണ്ടാവുന്നുണ്ട്, ആൻഡ് വീണ്ടും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തൊക്കെ വിഷമം ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് തന്നെ ഹീൽ ചെയ്യാനുള്ളൊരു നാച്ചുറൽ പ്രോസസ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആണ്, ഇന്ന അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു സിറ്റുവേഷന് വേണ്ടി മാത്രം എന്നുള്ളതല്ല. ഓക്കെ, സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അവിടെയൊക്കെ ചില കാര്യങ്ങളൊക്കെ നല്ല റൈറ്റ് പ്ലേസിൽ തന്നെ സംഭവിക്കുന്നുണ്ട്, ചില റിട്ടേൺസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾ ഇത് കണക്ട് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.